തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കി LDF. 39 സീറ്റിൽ CPM മത്സരിക്കും. 17 ഘടകകക്ഷികൾക്ക് നൽകും. അജിത ജയരാജനും രാജശ്രീ ഗോപനുമാണ് മേയർ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കുന്ന 2 വനിതകൾ. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, സീറ്റ് വിഭജനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ പോകുന്നത്? കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതനായ MK വർഗീസിനെ കൂടെ കൂട്ടിയാണ് 5 വർഷവും തൃശൂർ കോർപ്പറേഷൻ LDF ഭരിച്ചത്. 24 സീറ്റ് വീതമാണ് LDF UDF നേടിയത്. 6 സീറ്റ് BJP നേടുകയായിരുന്നു. അങ്ങനെയാണ് വിമതൻ നിർണായക വ്യക്തിയായി മാറിയത്. ഇത്തവണ 56 സീറ്റുകളിൽ 39 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. 17 സീറ്റുകൾ ഘടകകക്ഷികൾക്ക് നൽകുന്നു. CPI 8, RJD 3, കേരള കോൺഗ്രസ് 2, ജനതാദൾ 2, NCP 1, കോൺഗ്രസ് 1 എന്ന നിലയിലാണ് ഇപ്പോൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നത്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ അജിത ജയരാജൻ മുൻ മേയർ കൂടിയാണ്. അവരെ വലിയ രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജശ്രീ ഗോപൻ മുൻ ഡെപ്യൂട്ടി മേയറാണ്. ഇവർ രണ്ടുപേരും ഈ മേഖലയിൽ കഴിവ് തെളിയിച്ചവരുമാണ്. ഇവരെയാണ് പ്രധാനമായും മേയർ സ്ഥാനാർത്ഥികളായി LDF പരിഗണിക്കുന്നത്. പഞ്ചായത്ത് തലത്തിലുള്ള സീറ്റ് വിഭജനവും ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നാളെ LDF യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത.